സത്യം പറഞ്ഞ ഇവരോടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛം തോന്നാറുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു സ്റ്റാർഡം നല്ല രീതിയിൽ ഉപയോഗിക്കാതെ മിസ്യൂസ് ചെയ്യുക എന്ന് പറയും. കാരണം വെച്ചാൽ അവിടെ പുറകിൽ ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിൽക്കുന്നില്ല. എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ളതാണ്, ആർക്കും പ്രയോറിറ്റി ഒന്നുമില്ല. എല്ലാവരും പൈസ കൊടുത്തിട്ടൊക്കെ തന്നെ പോകുന്നത്, ആരും ഓസിക്കൊന്നും പോകുന്നതല്ല. ആ ക്യൂ ബൈപ്പാസ് ചെയ്തെന്ന് കണ്ടപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും ആരും മെനക്കിടയിൽ ഒരുവിധ ആൾക്കാരൊന്നും. കാരണം ഒരു സെലിബ്രിറ്റിനെ കണ്ടിങ്ങനെ കണ്ണ് മിഴിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ അവരവരെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ വോട്ട് ചെയ്യാൻ വന്ന ഒരു നടിയോട്, നായികാ നടിയോട് ഒരാൾ ചോദ്യം ചെയ്തു. എന്നിട്ട് എല്ലാവരും അയാളുടെ മേൽക്കായിരുന്നു കുതിരകയറ്റില്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത് പറഞ്ഞത്. ചുണക്കുട്ടൻ അത് ചോദിക്കാനുള്ള. അപ്പൊ പിന്നെ പറഞ്ഞതെന്നറിയോ, അയാൾക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ചോദിച്ചു. കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. എന്റെ ഇതിൽ ആള് റൈറ്റ് തന്നെയായിരുന്നു. കാരണം നമ്മളിനി എവിടെ ആയി പോയിട്ടുണ്ടെങ്കിലും നമ്മളൊരു ക്യൂല് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ക്യൂല് ഒരു സിസ്റ്റം ഇല്ലാതിരിക്കുന്നത്, ഇത്ര പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VIP ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്. അതല്ലാതെ വോട്ടിനൊന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. ഫ്ലൈറ്റിന് നമ്മൾ പോകുമ്പോഴും ഇമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അവിടെയും ഈ ബൈപ്പാസിങ് കാണാറുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാട്ടോ.